കഴിഞ്ഞ ദിവസം HIV-യിൽ വായിൽ പ്രകടമായ മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ മിക്ക ആൾക്കാരെല്ലാം കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് തൈറോയിഡിൻ്റെ പ്രശ്നം. ഒന്നല്ലെങ്കിൽ ഈ തൈറോയ്ഡ് ഹോർമോണിൻ്റെ അളവ് കൂടുതലായിട്ടുള്ള ഹൈപ്പർ തൈറോയിഡിസം, അല്ലെങ്കിൽ തൈറോയ്ഡ് ഹോർമോൺ കുറഞ്ഞായിട്ടുള്ള ഹൈപ്പോ തൈറോയിഡിസത്തിൽ വായിൽ കാണുന്ന പ്രകടമായ മാറ്റങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഇത് നമ്മൾ സാധാരണഗതിയിൽ മിക്കവരും നമ്മൾ തൈറോയ്ഡ് ഹോർമോൺ ടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പലവർക്ക് അതിൻ്റെ അളവ് ക്രമാതീതമായി കൂടിയിട്ടുണ്ടാവും, ക്രമാതീതമായി കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ളവരിൽ വായിൽ കാണുന്ന പ്രകടമായ മാറ്റങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇതാരും സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾ നിങ്ങളുടെ ഫാമിലീസിലും ഫ്രണ്ട്സിലും ഒക്കെ ഇത് മാക്സിമം ഷെയർ ചെയ്യേണ്ടതാണ്. ആദ്യമേ തന്നെ നമ്മൾക്ക് ഹൈപ്പർ തൈറോയിഡിസത്തിൽ വായിൽ വരുന്ന പ്രകടമായ മാറ്റങ്ങൾ പറയാം. ഈ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൈറോയ്ഡ് ഹോർമോൺ ക്രമാതീതമായി കൂടുന്നതിനാണ് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത്. ഇതിൻ്റെ സയൻസും ഇതിൻ്റെ ലക്ഷണങ്ങളും അതുകൊണ്ടുണ്ടാകുന്ന സിംറ്റംസ് ഒന്നും ഞാൻ ജനറൽ ബോഡിയിൽ കുറേ കാര്യങ്ങൾ ഉണ്ടാവും, അതൊന്നും ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ ടോപ്പിക്കിലോട്ട് കിടക്കാം. ഇതുകൊണ്ട് വായിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഹൈപ്പർ തൈറോയിഡിസത്തിൽ എന്ന് പറഞ്ഞാൽ ധാരാളം ഇൻക്രീസ്ഡ് ആയിട്ടുള്ള മെറ്റാബോളിക് ആക്ടിവിറ്റി കൂടുതലായിരിക്കും. അതുകൊണ്ട് ഇതിൽ കുട്ടികളിൽ കാണുന്നത് നമ്മുടെ ചെറിയ പാൽപ്പല്ലുകളുണ്ട്, അത് പെട്ടെന്ന് പൊഴിഞ്ഞു പോവുകയും പുതിയ പെർമനൻ്റ് ആയിട്ട് ഉള്ള ടീത്തുകൾ പെട്ടെന്ന് വരികയും ചെയ്യും. ഇത് ഒരു ഏജ് റിലേറ്റഡ് അല്ലാതെ സാധാരണഗതിയിൽ നിന്ന് വ്യതിയാനമായി വരുന്നത് കൊണ്ട് ഇത് കുട്ടികളിൽ മോണരോഗങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഇനി വലിയവരിലാണെന്നുണ്ടെങ്കിൽ ഇത് ഓസ്റ്റിയോപോറോസിസിന് കാരണമാവും. നമ്മൾക്കറിയാം, നമ്മുടെ പല്ലിരിക്കുന്നത് എല്ലിൻ്റെ അടിയിലാണ്. ഈ ഓസ്റ്റിയോപോറോസിസ് വഴി എല്ലിന് തേയ്മാനം വരികയും ഈ പല്ല് ഈ എല്ലിൽ ഇരിക്കുന്നത് പെട്ടെന്ന് ലൂസ് ആവുകയും അതുവഴി പെട്ടെന്ന് അത് കൊഴിഞ്ഞു പോകാനുമുള്ള ചാൻസും ഉണ്ട്. പിന്നെ ധാരാളമായി ഇതുകൊണ്ട് മോണരോഗവും അതുവഴി അതിൻ്റെ കൂടിയ സ്റ്റേജായ പെരിയോഡോണ്ടൈറ്റിസും ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി നമ്മൾക്ക് ഈ ഹൈപ്പർ തൈറോയിഡിസത്തിന് അതിൻ്റെ ലെവൽ നോർമൽ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുന്ന ഒരു മെഡിസിനാണ് പ്രൊപ്പൈൽ തയോയുറാസിൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ മരുന്ന് മിക്ക ഹൈപ്പർ തൈറോയിഡ് ആയിട്ടുള്ള പേഷ്യൻസ് കഴിക്കുന്നതാണ്. ഇത് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന വായിൽ പ്രകടമായ മാറ്റങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മരുന്ന് അഗ്രാനുലോസൈറ്റോസിസ് ഉണ്ടാക്കുക ചെയ്യും. എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ ഒരു ഭാഷയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ WBC എന്ന് പറഞ്ഞാൽ എന്താണ്, വൈറ്റ് ബ്ലഡിൽ നിന്നാണ് വൈറ്റ് ബ്ലഡ് സെൽസ് അതിൻ്റെ അളവ് കുറയുന്നതാണ്. നമ്മൾക്കറിയാം, ഈ WBC ആണ് നമ്മൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതിന് രോഗപ്രതിരോധം ചെയ്യുന്നത്. ഇത് അതുവഴി ഈ മരുന്ന് കഴിക്കുന്നത് വഴി നമ്മുടെ WBCയുടെ കൗണ്ട് കുറയുന്നത് വഴി നമ്മുടെ വായിൽ ധാരാളം ഇൻഫെക്ഷൻസും അൾസേഴ്സും ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പം നമ്മൾ പറഞ്ഞത് ഹൈപ്പർ തൈറോയിഡിസത്തിൽ ഉണ്ടാകുന്ന വായിൽ പ്രകടമായ മാറ്റങ്ങളാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഹൈപ്പോ തൈറോയിഡിസത്തിൽ ഉണ്ടാകുന്ന പ്രകടമായ മാറ്റങ്ങളാണ്. ഇതിൽ ആദ്യമേ തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഹൈപ്പോ തൈറോയിഡിസത്തിൽ വരുന്നത്. ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് വീക്കമുണ്ടാവും, പ്രത്യേകിച്ച് കൺപോളയുടെ അടിയിൽ നല്ല വീക്കമുണ്ടാവും. നമ്മുടെ നാവിലും വീക്കമുണ്ടാവും. ഈ നാവിൽ വീക്കമുണ്ടാവുന്നതിന് പറയുന്ന പേരാണ് മാക്രോഗ്ലോസിയ എന്ന് പറയുന്നത്. ഇവിടെ മറ്റ് ഹൈപ്പർ തൈറോയിഡിസത്തിൽ ഇൻക്രീസ്ഡ് മെറ്റാബോളിക് ആക്ടിവിറ്റി ആണെന്നുണ്ടെങ്കിൽ ഇവിടെയെല്ലാം ഡിക്രീസ്ഡ് മെറ്റാബോളിക് ആക്ടിവിറ്റി ആണ്. ഇത് നമ്മൾ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് കണ്ണിൻ്റെ താഴെയും നാവിൻ്റെ അവിടെയും മുഖത്ത് നന്നായിട്ട് വീക്കമുണ്ടായിരിക്കും. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ഉമിനീർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഉമിനീർ ഗ്രന്ഥികൾ അതിലും നന്നായിട്ട് വീക്കം ഉണ്ടാക്കുകയും അതുവഴി നമ്മൾക്ക് തുപ്പൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സലൈവ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറവാവുകയും നമ്മുടെ വായിൽ ഡ്രൈ മൗത്ത് വരികയും അതുവഴി നമ്മൾക്ക് ധാരാളം ഡ്രൈനെസ് വായിൽ വരികയും അത് സംബന്ധിച്ച് ഇൻഫെക്ഷൻസും അൾസേഴ്സും നമ്മുടെ പല്ലിന് കൂടുതൽ കേടുപാടുകളും വരാനുള്ള ചാൻസ് ധാരാളമായിട്ട് ഉണ്ട്.
പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഈ ഹൈപ്പോ തൈറോയിഡിസം അനുഭവിക്കുന്നവരിൽ ചെറിയ കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും, നമുക്ക് സാധാരണയായിട്ട് 6 മാസം മുതലാണ് ചെറിയ പാൽപ്പല്ലുകൾ കുഞ്ഞുങ്ങളുടെ വായിൽ വരുന്നത്. ഈ ഹൈപ്പോ തൈറോയിഡിസം ഉള്ള കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ പാൽപ്പല്ലുകൾ വരാനായിട്ട് ഭയങ്കര താമസമായിരിക്കും. എന്ന് പറഞ്ഞാൽ ഡിലേഡ് ആയിട്ടുള്ള ടൂത്ത് ഇറപ്ഷൻ ആയിരിക്കും ഈ കുഞ്ഞുങ്ങൾക്ക് വരുന്നത്. പിന്നെ അതുവഴി ധാരാളം മോണയിൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ പിന്നെ നമ്മൾക്ക് ഈ ഹൈപ്പോ തൈറോയിഡിസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡിലേഡ് വൂണ്ട് ഹീലിംഗ് ആയിരിക്കും. അത് ഡിലേഡ് വൂണ്ട് ഹീലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുറിവുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉണങ്ങാൻ താമസമായിരിക്കും. ഇത് നമ്മൾക്ക് എവിടെ അപ്ലിക്കബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പല്ല് എന്തെങ്കിലും പറിച്ച്, ഇങ്ങനെയുള്ള ഹൈപ്പോ തൈറോയിഡ് ആയിട്ടുള്ള പേഷ്യൻറ്റിൽ നമ്മൾ പല്ല് പറിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ച് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിലുള്ള ആൾക്കാരെക്കാട്ടിലും കുറച്ച് സമയം എടുത്തിട്ട് അത് ഉണങ്ങുകയേ ഉള്ളൂ. ഈ ഹൈപ്പോ തൈറോയിഡിസത്തിന് വേണ്ടി കഴിക്കുന്ന മെഡിസിൻ കഴിച്ചു എന്ന് വിചാരിച്ച് പ്രത്യേകിച്ച് വലിയ പാർശ്വഫലങ്ങളും ഒന്നും വായിൽ ഉണ്ടാവലില്ല. പിന്നെ നമ്മൾക്ക് അറിയേണ്ടത് ഈ ഹൈപ്പോ തൈറോയിഡ് ഉണ്ടാവുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ 2 ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് വരും. മീൻസ് വരാൻ ചാൻസ് ഉള്ളത് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് അല്ലെങ്കിൽ ജോഗ്രൻ സിൻഡ്രോം ആണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്കറിയാം നമ്മുടെ ബോഡിയിലെ സെൽസ് തന്നെ ഒരു ഫോറിൻ ബോഡി ആയിട്ട് കണ്ട് നമ്മുടെ സ്വന്തം ശരീരത്തിലുള്ള സെൽസിനെ തന്നെ നശിപ്പിക്കുന്ന കണ്ടീഷൻസിനാണ് നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ ഹൈപ്പോ തൈറോയിഡിസം ഉള്ള പേഷ്യൻസിൽ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് അല്ലെങ്കിൽ ജോഗ്രൻ സിൻഡ്രോം എന്ന് പറഞ്ഞിട്ട് ഉള്ള 2 ഡിസീസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇതിൽ നമ്മൾക്ക് നോക്കേണ്ടത് ജോഗ്രൻ സിൻഡ്രോം ആണ്. ഈ ജോഗ്രൻ സിൻഡ്രോമിൽ നമ്മുടെ ഉമിനീർ ഗ്രന്ഥി അല്ലെങ്കിൽ നമ്മുടെ സലൈവറി ഗ്ലാൻഡിൻ്റെ തുപ്പൽ ഗ്രന്ഥി അത് സലൈവ പ്രൊഡ്യൂസ് ചെയ്യുന്നതും കണ്ണീര് പ്രൊഡ്യൂസ് ചെയ്യുന്നതും വറ്റിപ്പോകുന്നതിനാണ് നമ്മൾ ജോഗ്രൻ സിൻഡ്രോം പറയുന്നത്. ഈ ജോഗ്രൻ സിൻഡ്രോത്തിൽ നമ്മൾ എത്ര കരഞ്ഞിട്ടുണ്ടെങ്കിലും കണ്ണുനീർ വരില്ല. അതേപോലെ നമ്മുടെ വായിൽ തുപ്പലും പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ല, എപ്പോഴും നല്ല ഡ്രൈ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇങ്ങനെ ഈ ഡ്രൈനെസ് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾക്ക് പല അൾസറേഷൻസും അതേപോലെ ക്യാവിറ്റീസും ഒക്കെ വരാനായിട്ട് കൂടുതലായിട്ടുള്ള ചാൻസുകൾ ഉണ്ട്. അപ്പം നമ്മുടെ വായിൽ എന്തെങ്കിലും പ്രകടമായിട്ടുള്ള മാറ്റങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഡെന്റിസ്റ്റിനെ കാണിക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഫിസിഷ്യനെ കാണിക്കുകയും അത് കറക്റ്റ് ആക്കുകയും അനിവാര്യമാണ്. താങ്ക് യു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇപ്പോൾ ആർക്കും തൈറോയിഡിൽ പ്രശ്നം വരാത്തവരായിട്ട് ആരുമില്ല. ആര് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒന്നല്ലെങ്കിൽ അവർക്ക് തൈറോയിഡിൻ്റെ അളവ് കൂടുതലായിരിക്കും അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ അളവ് കുറവായിരിക്കും. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യേണ്ടതാണ്. താങ്ക് യു.